ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഫുഡ് സെർവ് ചെയ്തു കേട്ടോ. ഫുഡേ ഒരു വിധത്തിൽ അവനെ കൈ പിടിച്ചിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഈ ഡെസേർട്ട് അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനൊരു തരി പോലും ബാക്കി വെക്കാണ്ട് ഫുഡ് കഴിച്ച്. അവൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവനുള്ള ബേബി ഫുഡും ഞാൻ അവരുടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളെണീറ്റ് അതൊക്കെ കഴിച്ച്. ഉറങ്ങുന്നില്ലേ? അത് വേണ്ട, മതി. ടി വി അല്ലേ, മതി. മതി, ഇനി ഓണാക്കരുത്, മതി. കൊച്ചെത്തി. അങ്ങനെ ഞങ്ങൾ ലാൻഡ്. ഇവൻ എന്തോ മുൻപരിച്ചുള്ള പോലെയാണ് അവൻ്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ. അവിടുത്തെ ഞങ്ങളൊരു ഊഞ്ഞാലൊക്കെ കണ്ടു. ഞങ്ങളവിടെ കയറി കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടി കേട്ടോ. വേറെ ഇപ്പം എന്താ ചെയ്യാല്ലേ, കുറേ സമയമുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. നമുക്കിഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് ഊഞ്ഞാലടി ഇപ്പം താഴെ പോകില്ലായിരുന്നോ? നമുക്കിഷ്ടം പോലെ സമയമുണ്ടടാ. നമുക്ക് ഊഞ്ഞാലടി കളിക്കാം. അപ്പയും ചേച്ചി വരണ്ടേ? എവിടെ വാ, നമുക്ക് ബാഗൊക്കെ കളക്ട് ചെയ്യണം. വാ. നല്ല പോലെ വിശക്കുന്നുണ്ട്. അവർ വന്നിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി എന്തെങ്കിലും തിന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. അയ്യോ, എനിക്ക് വിശന്നിട്ട് വരാം. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. അവർ ലാൻഡായിട്ടുണ്ട്. പുറത്തേക്ക് വരണം. അയ്യോ, ഞാൻ മടുത്തു. ഇതേ അപ്പ ഇവൻ ഉറങ്ങിയില്ല കേട്ടോ. ഇവൻ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പ അങ്ങനെ അവരെത്തി. ഇനി നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകണം. വീട്ടിൽ പോകണതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. നല്ല വിശപ്പുണ്ട്. എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങണം. എന്തായാലും ഇന്ന് ഫുള്ള് റെസ്റ്റ്. ഇനി നാളെ കാണാം.